ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബ്രക്കാൻ ബീക്കണിലേക്കാണ്. വെയിൽസിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 886 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ എത്തുന്നത്. അവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ്. ഞാൻ ഓൾറെഡി ഒന്ന് പോയേക്കുന്നതാണ്, നമുക്ക് കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കയറി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് ഏറ്റവും ഇത് ബേസ് ലെവലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് പതുക്കെ ഞാൻ കയറാൻ പോവുകയാണ്. ഏകദേശം ഒരു 2.5-3 മൈൽ ഏറ്റവും കുറഞ്ഞുണ്ട് മണ്ടേ ചെല്ലണമെങ്കിൽ. നല്ല ഒരു കാഴ്ച തന്നെയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇന്നൊക്കെ ഒരു മണ്ടേ ആയതുകൊണ്ടാണ് ആൾ കുറവ്. അല്ലെങ്കിൽ സൺഡേ സാറ്റർഡേ ഒക്കെ ഭയങ്കര ബിസിയാണ് ഇവിടെ. അപ്പോൾ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്ക് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് നമുക്ക് കണ്ടോ ആ മൗണ്ടൻ അതും കഴിഞ്ഞ് വേണം നമുക്ക് കയറി പോകാനായിട്ട്. മുകളിലോട്ട് ക്ലൈമറ്റ് ഭയങ്കര ഒരു പ്രശ്നമാണ് ഇവിടെ. കാരണം ഇപ്പോൾ എപ്പോഴും മഴ പെയ്യും, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. റൈറ്റ്, അപ്പം മഴ പെയ്യും തോന്നുന്നു കണ്ടിട്ട്. ഏകദേശം 6 ഡിഗ്രി ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മളോടാണ്ട് സിറിലുണ്ട്, കെവിനുണ്ട്, മെൽവിനുണ്ട്. അവന്മാർ മുമ്പിൽ പോയിട്ടുണ്ട്, പതുക്കെ കയറുന്നുണ്ട്. എല്ലാവരും രാവിലെ വന്നു. കുതിര കുഞ്ഞാണ്. ഒരു 3-4 കുതിര കുഞ്ഞുങ്ങളുണ്ട് അവിടെ ഇവിടെ കണ്ടിട്ട്. അമാരുടെ തുറന്ന് നിൽപ്പുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതുണ്ടായിട്ട് ഒത്തിരി ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ കെൽവിൻ മതിയാക്കിയിട്ട് തിരിച്ചു വന്ന ഭാഗമാണ് കാണുന്നത്. മടുത്ത് ഇപ്പം തന്നെ പകുതി പോലും ആയില്ല. അന്നേരപ്പം ഞാൻ മടുത്തു. എന്തുവാടേ ഇവിടെ ഇത്ര കയറാനായിട്ട്? നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു പകുതി എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി കയറാറുണ്ട്. നമുക്ക് നല്ല കോടമഞ്ഞാണ്. മുകളിലോട്ട് ചെല്ലുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെൽവിൻ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉണ്ട് മെൽവിന്. അതാണ് കേട്ടോ, തിരിച്ചു പോകുന്നില്ല. അന്ന് വീണ്ടും ദൃഢനിശ്ചയം എടുത്ത് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. കെവിൻ്റെ ഇന്നൊരു 10 കിലോ തൂക്കം കുറയ്ക്കണമെന്നാണ് അവൻ്റെ ഒരു ആഗ്രഹം. ഭീഷണിയൊക്കെ മുഴക്കുന്നു. ലണ്ടനിൽ നിന്ന് ബ്രക്കൻ കാണാൻ വന്നവനാണ്. മലകയറാൻ വന്നതാണ് ലണ്ടനിൽ നിന്ന്. ഗൈസ്, നമ്മൾ ഏകദേശം ഇതിൻ്റെ ടോപ്പിലെത്താറായിട്ടുണ്ട്. ടോപ്പിലെത്തിയിട്ടില്ല, ഏകദേശം ആയതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങ് താഴെ ആ കാണുന്ന പ്ലേസില്ലേ, അവിടെ നിന്നാണ് നമ്മൾ നടന്ന് കയറി വരുന്നത്. നല്ല രീതിയിലുള്ള നടപ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നല്ല കോടയുണ്ട്. നല്ല രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാണുന്ന എല്ലാ ബ്രക്കൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നതെല്ലാം. നല്ല സൂപ്പർ പ്ലേസ് തന്നെയാണ്. ആൾക്കാർ ഇഷ്ടം പോലെ ഇറങ്ങി വരുന്നുണ്ട്. മുകളിലൊക്കെ ആണെങ്കിലും മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും ഇവിടെയുള്ളവർക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല. പിന്നെ ഇങ്ങോട്ട് വരുന്നവർക്ക് ഇത് മാത്രമല്ല, ഇവിടുത്തെ ഒരു എൻജോയ്മെൻറ്റിന് പറ്റിയ സ്ഥലം നിർത്തലാണ്. മൗണ്ടൻ ട്രെയിൻ ഉണ്ട്. അത് ബ്രക്കൻ്റെ ഒരു ഭാഗം കവർ ചെയ്യുന്നൊരു മൗണ്ടൻ ട്രെയിനാണ്. പിന്നെ ഈ ബ്രക്കണിലാണെങ്കിലും നമ്മുടെ ക്യാസിലും കാര്യങ്ങളും
അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാരാണ് മുകളിൽ നിന്നൊക്കെ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സീനറി തന്നെയാണ്. പിന്നെ നമുക്കണ്ട ഇവിടെ ഞാൻ അതുവഴിയാണ് മുകളിലോട്ട് ഉണ്ട്. അത് ചെറിയൊരു നല്ല കയറ്റമാണ്. അപ്പോൾ അതുവഴി കയറി ആ മല ടോപ്പിൽ ചെന്നതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ചുകൂടി നടക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് അപ്പുറത്ത് ചെല്ലാൻ. നമ്മൾ ഏകദേശം നമ്മൾ താഴെ നിന്ന് കണ്ട ഫസ്റ്റ് മൗണ്ടൈൻ്റെ ടോപ്പ് നമ്മളിപ്പോൾ എത്തി. ഇനി നമുക്കിനി ഒരെണ്ണോടും കയറാൻ. നമ്മളപ്പോൾ അങ്ങനെ ഏകദേശം ഇതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതും കൂടെ കയറി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഉയർന്നൊരു പ്രദേശം. ഏകദേശം 886 മീറ്റർ ഹൈറ്റാണത്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മൗണ്ടൈൻ്റെ താഴെയുള്ള കാഴ്ചകൾ മൊത്തം ആ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നല്ല അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണത്. നിരവധി ആൾക്കാരാണ് ഈ സ്ഥലത്തോട്ട് വരുന്നത്. ഓൾ UK എന്ന് തന്നെയല്ല, UK പുറത്തും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഈ മൗണ്ടൻ ഇവിടെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ട്രക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെയാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏകദേശം 1 വീക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഉണ്ട്. കാരണം ഇവിടെ 4 വാട്ടർഫാൾസ് ഉണ്ട്, ഇവിടെ മൗണ്ടൻ ട്രെയിൻ ഉണ്ട്, പിന്നെ നമുക്ക് ഈ സ്നോണോഡിയ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡോൾഫിനെ കാണാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം അവിടെ നിൽക്കുന്ന പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ബോട്ടിൽ പോയി കഴിഞ്ഞാൽ കടലിൽ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും. അങ്ങനെ നിരവധി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 10B അടുത്തൊരു ബീച്ചാണ്. അതൊക്കെ നല്ല മനോഹരമായ പ്ലേസുകളാണ് ഈ സ്വാൻസിക്ക് അടുത്തുള്ളത്. അങ്ങനെ ഇഷ്ടം പോലെ പ്ലേസുകളുണ്ട്. പിന്നെ ഉണ്ടോ ഇവിടെ ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള ഈ കാഴ്ചയൊക്കെ നമുക്ക് എന്നാ പറഞ്ഞത്, ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ കാഴ്ച തന്നെയാണിത്. ഇത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. കാരണം ഞാൻ ഡിഫറെൻറ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. അതായത് വൺസ് ഞാൻ വന്നത് ഏകദേശം വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ടൈം UK വരുമ്പോൾ ഞാൻ ഡിസംബറിലാണ് ഇവിടെ വന്നത്. അപ്പം എനിക്ക് മുകളിലോട്ട് എത്തിപ്പെടാൻ പറ്റില്ല, കാരണം അതുപോലെ തണുപ്പായിരുന്നു. ഞാൻ ഏകദേശം ഇതിൻ്റെ ഒരു 100-300 മീറ്റർ താഴെ തന്നെ തിരിച്ചു പോയത് കയറാൻ പറ്റത്തില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതുപോലെ തണുപ്പായിരുന്നു. പിന്നെ ഞാനൊരു നല്ല മഴ പെയ്തിരിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടുണ്ട് സമ്മറാണ്, പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച്, അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. പിന്നെ ഈ കാണുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ കൃഷി ഒരു വരുമാനമാണ് ഈ ആട് വളർത്തൽ. ഇത് ചെമ്മരിയാടാണിത്. ഇതിൻ്റെ ഇറച്ചിയാണെങ്കിലും പുറത്തോട്ടൊക്കെ നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നൊരു ഇതാണ്. കാരണം നല്ല ഡിമാൻഡുള്ള, ഈ മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡുള്ളതാണ്. ഇവിടുത്തെ മെയിൻ കൃഷി രീതിയാണിത്. പിന്നെ പശു വളർത്തൽ, ആട് വളർത്തൽ, ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ കൃഷിയും കാര്യങ്ങളും. പിന്നെ കാർഷിക വിളകളും അത്യാവശ്യം ഉണ്ട്. നല്ല രീതിയിൽ വലിയ തോട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. തോട്ടം മീൻസ് തോട്ടം എന്നാണ് തോന്നുന്നു പറയുന്നത്. ഓക്കെ, ഇതല്ല എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതാണ് നമുക്കിതിൻ്റെ ടോപ്പ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് നമുക്ക് ബ്രക്കൺ മൗണ്ടൻ ട്രെയിൻ വരുന്ന ഇവിടെ ഒരു തടാകം പോണൊക്കെ ഒരു സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അവിടെ വരെ ഉണ്ട് നമുക്ക് മൗണ്ടൻ ട്രെയിൻ. മർത്തറിയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ കാണുന്നുണ്ടല്ലോ ബ്രക്കൺ ചെറിയൊരു ടൗണാണത്. അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഈ മലകളൊക്കെ ഉണ്ടോ, എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയത്തില്ല. നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളായത്. എല്ലാവരും ഇവിടെ വന്നൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. കാരണം ഇവിടെ ഇരിക്കാൻ നമുക്കെന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് നമുക്കിവിടെ ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്നത്. കാരണം താഴെ അത്ര നടന്ന് കയറി വന്നതിന് ശേഷം ഇവിടെ വന്ന് ഇരുന്ന ഒരു കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. പെൻവൈഫാൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി പെൻവൈഫാൻ. നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം കാർഡിഫാണ് മെയിൻ ടൗൺ. ഇവിടുത്തെ വെയിൽസിൻ്റെ ക്യാപിറ്റലാണ് കാർഡിഫ്. അവിടുന്ന് നിങ്ങൾ T4 അല്ല T14 എന്ന് പറയുന്ന ബസ്സുണ്ട്. ഒന്ന് ഹെറിഫോർഡ് അല്ലെങ്കിൽ ന്യൂട്ടൗണിലുള്ള ബസ്. അത് നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻവൈഫാൻ്റെ ബേസ് ലെവലിൽ വന്നിറങ്ങാം. അവിടുന്ന് പിന്നെ നിങ്ങൾ നടന്ന് വേണം കയറാനായിട്ട്. നിങ്ങൾക്ക് എത്തിപ്പെടാനും ഈസിയായിട്ട് കാറിന് പറ്റാത്തവർക്കാണെങ്കിലും ബസ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റും.
അത് മാത്രമല്ല പിന്നെ ഇവിടെ വന്ന് താഴെ കാർ കൊണ്ട് വരുന്നവർക്കാണെങ്കിലും പാർക്കിംഗ് ഫീയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. പിന്നെ കാർ കൊണ്ട് വരുന്നവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ കാറിന് വരാം. അങ്ങോട്ട് ബസ് സർവീസ് ഇല്ലാത്തതാണ്. കാർ കൊണ്ട് വരുന്നവർക്ക് ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10 മൈൽ അല്ലെങ്കിൽ 15 മൈൽ പോയി കഴിഞ്ഞാൽ 4 വാട്ടർഫാൾസും കുറച്ച് നടക്കാനുണ്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂർ മൊത്തം നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. സൗത്ത് വെയിൽസ് ഫുൾ കവർ ചെയ്തിട്ട് പോകാം. നല്ല മനോഹരമായ കാഴ്ചകളും കണ്ട് ഏകദേശം ഒരാഴ്ച നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം.